സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പെപ്റ്റോക്കിൻ്റെ 11-ാം ദിനം. വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും പ്രകൃതത്തെയും വെളിപ്പെടുത്തുന്നു. ഇന്നൊരു വാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാക്കിതാണ് ബ്രെയിൻ റോട്ട്. ചിതല് തിന്നുന്ന തലച്ചോറുകൾ, അല്ലെങ്കിൽ മസ്തിഷ്ക ചെംജിയൽ എന്നും പറയാം. 2024 വർഷത്തെ ഒരു പദം, അതായത് ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് ഇത് തിരഞ്ഞെടുത്തു. ഡിജിറ്റൽ മീഡിയയുടെ അമിത ഉപയോഗം കൊണ്ടുണ്ടാകുന്ന സാമൂഹിക ദുരന്തത്തെ വിശദീകരിക്കുന്നതായിട്ടാണ് ഇതിനെ ഓക്സ്ഫോർഡ് നിർവചിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മാനസികമോ ഭൗതികമോ ആയ അവസ്ഥയിലെ അപജയം, അല്ലെങ്കിൽ ഓൺലൈനിലെ അമിതമായ ഉപയോഗം, ഇതിനെ മാനസിക വൈകല്യമായി കണക്കാക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് എല്ലാ വർഷവും ഒരു വാക്ക് തിരഞ്ഞെടുക്കും. ഇക്കൊല്ലത്തെ വാക്കാണ് ബ്രെയിൻ റോട്ട്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയ ആധുനിക സോഷ്യൽ മീഡിയ ആപ്പുകൾക്കിടയിലുള്ള ഡിജിറ്റൽ മീഡിയയും അതുപോലെ സ്ക്രീൻ ഒക്കെ വലിയ അളവിൽ ഉപയോഗിക്കുന്നതും നെഗറ്റീവായ കണ്ടൻറ്റുകൾ തിരഞ്ഞുപിടിച്ച് കാണുന്നതും എല്ലാം ഈ ഒരു ബ്രെയിൻ റോട്ടിലേക്ക് നയിക്കുന്നു. ഇതുമൂലം ആങ്സൈറ്റി, വിഷാദം, ശത്രുതാ മനോഭാവം, ഹൈപ്പർ ആക്റ്റീവ്, ADHD, അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥകളൊക്കെ കൂടിയിരിക്കുകയാണ്. 24 സർവേയിൽ 95% പേർക്കും സ്മാർട്ട് ഫോണിലേക്ക് ആക്സസ് ഉണ്ട് എന്നും അവരുടെ സമയത്തിൻ്റെ 97% ഓൺലൈനിലാണ് അവർ ചിലവഴിക്കുന്നുണ്ടെന്നും സർവേയിൽ പറയുന്നു. ഞാനൊരു U3 വർക്ക്ഷോപ്പിൽ പങ്കെടുത്തപ്പോൾ ഒരു U3 അംഗം പറഞ്ഞത് ഓർക്കുകയാണ്. ഭർത്താവിൻ്റെ മൊബൈൽ അമിതോപയോഗം കുടുംബ കലഹത്തിന് കാരണമാകുന്നു എന്നത്. നേരെ തിരിച്ചുമുണ്ടാകാം. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ അവസ്ഥ. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്താലേ അവർ ഭക്ഷണം കഴിക്കൂ. ഡിജിറ്റൽ ലിറ്ററസി നമ്മളെ മുക്കിക്കൊല്ലുമ്പോൾ ബ്രെയിൻ റോട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. സ്ക്രീൻ ഇടപെടൽ നിയന്ത്രിക്കുക എന്നത് മാത്രമേ ഇതിന് അല്പമെങ്കിലും ഒരു പരിഹാരമുള്ളൂ. പോസിറ്റീവ് ആളുകളുമായി ഓഫ്ലൈനിൽ കോൺടാക്റ്റ് ചെയ്യുക, അതുപോലെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ട മറ്റ് ബദലുകൾ കണ്ടെത്തുക, ഉദാഹരണമായിട്ട് വായന, മറ്റ് ഗെയിമുകൾ, അങ്ങനെ. എന്തായാലും പ്രശ്നം സീരിയസ് ആണ്. അടുത്ത തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ എന്താ വഴി എന്ന് ചിന്തിക്കേണ്ടത് വളരെ വേഗത്തിൽ വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ പങ്കുവയ്ക്കൂ. കേൾക്കാൻ കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.